ഹലോ, ഞാൻ വീട്ടിൽ നിന്ന് വന്നാട്ടോ. വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ ആമസോണിൻ്റെ കുറേ ഗിഫ്റ്റ് എന്തൊക്കെയോ ഇരിക്കുന്നു. ആ സംഭവം എന്ന് അറിഞ്ഞൂടാ. വേഗം ഇക്കാക്ക പൊട്ടിക്കണേക്കാളും മുമ്പ് ഇക്കാക്കടയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് നമ്മൾ വ്ളോഗ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ എന്തൊക്കെയെന്ന് നോക്കാം. നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. പിന്നെ ബോക്സ് അല്ലേ എന്ന് വിചാരിച്ചാൽ അൺബോക്സ് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങാം. അപ്പം ഇതാണ് ഐറ്റംസ് വരുന്നത്. ഇത് വീഡിയോ എടുത്ത് കഴിയണേക്കാളും മുമ്പ് ഇത് ഈ ക്യാമറയുടെ ചാർജ് തീരുമെന്നൊരു പിടുത്തമില്ല. എല്ലാവരും ചാർജ് ലോ ചാർജാണ്. അപ്പോൾ അതാ ഞാൻ വീട്ടിൽ നിന്ന് വന്നു പറഞ്ഞാൽ എൻ്റെ ഫോൺ മുതൽ ലോ ചാർജ് ഇറക്കണം. ചെയ്ത് നോക്കാം. അയ്യോ, ഇതെന്താ ഐറ്റം? മൗത്ത് വാഷ് ഓപ്പൺ ചെയ്യാനാണോ ഞാൻ ഇത്രയും ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ലുലുവിൽ പോയി കഴിഞ്ഞപ്പോൾ മൗത്ത് വാഷിന് നല്ല റേറ്റായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ, ഇതാണ് ഓർഡർ ചെയ്തേക്കണേന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. ഇനി ഒരെണ്ണോടെ ഉണ്ട്. ഇതിലെന്താണെന്ന് നമുക്ക് നോക്കാം. എന്തെന്നാ ബയോ ട്രാൻസ്പെറൻറ്റ് ഫോയിൽ. ഇതൊക്കെ എന്തിനാണ്? 2 ഇതിലുണ്ടോ നോക്കട്ടെ. ഇതെന്താണെന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? ലാപ്ടോപ്പ് സ്റ്റാൻഡ്. എടാ ഭയങ്കര ഇതാണ്. ഇക്കാക്കയുടെ അടുത്ത് മര്യാദക്ക് എനിക്കൊരു വീഡിയോ എടുത്താലോ എന്ന് വെച്ചാൽ ഇക്കാക്ക ഭയങ്കര ബിസി, അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. അത് കാരണമാണ് ഈയൊരു ഇങ്ങനെ എന്തൊക്കെയോ ആവുന്നു. ഞാനൊരു സ്റ്റഡി ടേബിൾ വെച്ചിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നില്ല, ലാപ്ടോപ്പ് സ്റ്റാൻഡ് വാങ്ങിച്ചേക്കുന്നു. യെസ്, ഇതാണ് ഐറ്റം വരുന്നത്. ഇതെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഇത് പ്രവർത്തിക്കാനായിട്ട് വേറെ ആരെങ്കിലും വരേണ്ട വരും. നിങ്ങൾക്ക് വല്ല പിടുത്തുണ്ടോ? ഇത് കാക്കാട് തന്നെ കൊണ്ടുപോയി പ്രവർത്തിപ്പിക്കാം. അപ്പോൾ അതായത് ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഞാൻ വിചാരിച്ച എനിക്കുള്ള ഗിഫ്റ്റാണ് എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ച് കൂട്ടിയാണ് ഞാൻ എന്തായാലും വ്ളോഗ് എടുത്ത് തുടങ്ങിയത്. പക്ഷെ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. എവിടെ സ്റ്റാൻഡ് എവിടെയാ? ഇതെന്താ ചെയ്തേക്കണേ? ലാപ്പ് മനസ്സിലായി. ഇതെന്താ ചെയ്തേക്കണേ? ഞാൻ നേരത്തെ എടുക്കാൻ നോക്കിയിട്ട് ഇത് അനങ്ങി കൊടുത്തില്ല. ഇതെന്താ സംഭവം? ഓ, ഒന്നുകൂടി എന്താ ചെയ്തേ? ജസ്റ്റ് സ്റ്റാൻഡ് ഉണ്ടല്ലേ? എടുക്കണം. അമത്ത് നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാം. പല്ലൊക്കെ തേക്കാറുണ്ടപ്പോ? ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. അത് കാരണം എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്ത് തോന്നിവാസം പറഞ്ഞാലും നിങ്ങളെ വായിന്നൊന്നും വരൂലല്ലോ. ഒന്ന് ചിരിച്ച് കാണിക്ക്. തുപ്പരുത്, തുപ്പാണ്ടുള്ള കളി അത്. എങ്ങനെയുണ്ട്? ഇത് എത്ര രൂപ? നോ ആൽക്കഹോള്, നോ. ബാക്കി ഞാൻ കണ്ടില്ല. ബേണിങ് ശരിയാണോ?
ഇതൊരു പുച്ഛം. ടേസ്റ്റ് ഇല്ലേ? നമ്മൾ ലുലു നോക്കിയത് എത്രയായിരുന്നു? ഇത് 85 രൂപ രണ്ടെണ്ണം. 85 രൂപ. ഇത് 85 രൂപ ഉള്ളൂ. ഇത് 85 രൂപയ്ക്ക് രണ്ടെണ്ണം. മറ്റത് ഒരെണ്ണത്തിന് 155. അങ്ങനെ കണ്ടായിരുന്നു. കഴിഞ്ഞല്ലോ. ഇനിയാണ് നമ്മൾ ശരിക്കും കക്കാൻ കേട്ടിക്കാൻ പോണേ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ജോലി കയറിയായിരുന്നു. ഈ കക്കറിയില്ല ഞാൻ എന്തൊക്കെയാ അവിടെ നിന്ന് അടിച്ചടി എന്നെ കെട്ടാൻ പുറകിലും ഞെട്ടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ ഞാൻ എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ബുഷ് വാങ്ങിട്ടോ. എൻ്റെ ബുഷ് ആകെ നാശമായി. അതുകൊണ്ട് മാത്രം മനസ്സിലായി. ഇത് ഞാൻ മുമ്പ് വാങ്ങിയതാട്ടെ ഒരെണ്ണത്തിന് തന്നെ 79 ആ ഒരു റേറ്റ് വരും. ഇത് 4 എണ്ണം 79. എനിക്ക് 4 വർഷം യൂസ് ചെയ്യാം. ഇല്ല അപ്പം ഇത് 79 രൂപ കേട്ടാ. നീ അടുത്തത് ഇത് രണ്ടുണ്ട് ഗുണം. ഞാനിന്ന് ഓഫീസിലൊക്കെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ ഫേസിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്നു. മുഖമൊക്കെ ഡള്ളായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നതിനപ്പോൾ എൻ്റെ കെട്ടിയവരും പറഞ്ഞു നിന്റെ മുഖം ഒന്ന് ഇങ്ങനെ ഇരിക്കണേന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഷീറ്റ് മാസ്ക് വാങ്ങാണ്ട് എന്ത് ചെയ്യാനാ. അപ്പം 2 ഷീറ്റ് മാസ്കാണ് യൂസ് ചെയ്തേക്കണേ. രണ്ടും ഞാൻ തേച്ച് എൻ്റെ മുഖം വീണ്ടും ഞാൻ റിപ്പയർ ചെയ്തു കേട്ടോ. ഒരെണ്ണത്തിന് 49 രൂപ. ഒരെണ്ണം നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാനും പിന്നെ ഒരു ഗ്ലോ മാസ്കാണ് നമ്മൾ വാങ്ങിയിരുന്നത്. ഇനി അടുത്തത് നമുക്കൊരു ടീഷർട്ട് ഉണ്ടാ. ഇത് കാര്യമൊന്നുമില്ല. ഞാൻ അവിടെ ഇത് എനിക്ക് അനക്കല്ല ഞാൻ നോക്കി കാക്കാക്ക് ഞാൻ നോക്കിയപ്പോ എനിക്ക് പറ്റി ഇഷ്ടമായില്ല. ഞാൻ എടുക്കുന്നതൊക്കെ ബ്ലൂ കളർ. അപ്പം അതന്നെ ഞാൻ എടുത്തില്ല. എന്നിട്ട് ബ്ലാക്ക് കളർ കുറേ ബ്ലാക്ക് ഉണ്ട്. തന്നെ ഞാൻ എടുത്തില്ല. ഇനി അടുത്തതാണ്. ഇതൊരു സാധനം വാങ്ങാൻ ഞാൻ പോയിട്ടാണെങ്കിൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടാ. എൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കാണാനില്ല. നോർമലി ബാക്കിയുള്ള ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചുണ്ടത്തുനിന്ന് പോകും. ലിക്വിഡ് ആകുമ്പോൾ കുറച്ച് ടൈമെങ്കിലും നിൽക്കും. ഞാൻ മുമ്പ് ഓൺലൈനായിട്ട് നമുക്ക് ജിപേയിൽ നമുക്ക് ഓഫേഴ്സ് വരുമല്ലോ, അങ്ങനെ വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്ക് ആയിരുന്നു. പക്ഷെ അത് കാണാനില്ല. എനിക്ക് ആ ഒരു കളറും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതാണ് സുഡിയോന്ന്. ഇതിൽ 2 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ഇതിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഷർട്ടിൽ വീഴോ വേണ്ട. പൊട്ടിച്ചെടുക്കാനോ പാട്. അയ്യോ കുട്ടീന് ഈ ഒരു കളറാ വരുന്നത്. നമ്മൾ ഡയറക്റ്റ് അടിക്കൂല. നമ്മളത് അയ്യോ വേണ്ട കുട്ടി. ഇങ്ങനെ എടുത്ത ഇതിങ്ങനെ ഇങ്ങനെ അടിക്കും. ഇതാണ് അടിക്കാൻ പോണേ. എനിക്ക് ചേരുന്നുണ്ടോന്ന് പോലും എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇട്ട് നോക്കിയില്ല. ഈ ഒരു കളറിൻ്റെ ഈ ഒരു ഷെയ്ഡിൻ്റെ ഇത് ഉണ്ടായില്ല അവിടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ.